ഹലോ ഗൈസ്, ട്രാവൽ വിത്ത് ട്രിവേൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന പറഞ്ഞാൽ രണ്ട് പ്രോഡക്റ്റായിട്ടാണ്. ഈ രണ്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർ ഉപയോഗിക്കുന്ന അത്യാവശ്യം എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആണ്. കാർ എന്നല്ല, ബൈക്ക്, സ്കൂട്ടി ഒക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. ഒന്നെന്ന് പറയുന്നത് ടെക്സം എന്ന് പറയുന്ന ഈ ബ്രാൻഡിൻ്റെ കാർ പ്രഷർ വാഷറാണ്. രണ്ടെന്ന് പറയുന്നത് നോബിൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ സ്നോഫോം. അപ്പോൾ നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഒരു നോർമൽ ഷാമ്പൂ ആണ് എല്ലാവരും മേടിക്കുന്ന പോലെ തന്നെ ഞാനും മേടിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഫോമൊന്നും വരത്തില്ല, അഴുക്കും നല്ല രീതിയിൽ പോകുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റയിൽ ഈ സാധനം കണ്ടത്. അങ്ങനെ ഞാൻ ഇത് ഓർഡർ ചെയ്ത് വരുത്തി. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം, ബയോയിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക. പിന്നെ ആദ്യം തന്നെ നമ്മൾ മേടിച്ച് ഇതായിരുന്നു. കാരണം നമ്മൾ ഹിമാലയൻ എടുത്തതിന് ശേഷം മഴയുള്ളപ്പം വണ്ടി റോട്ടിലോട്ട് ഇറക്കാൻ കഴിയില്ല. ഹിമാലയൻ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും, വണ്ടിയിൽ ചെയറാവാത്ത ഒരു സ്ഥലം പോലും കാണത്തില്ല. പിന്നെ നമ്മുടെ ഈ റോഡും വയൽ ഏരിയ തന്നെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ചെളി, കാറിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും പെട്ടെന്ന് തന്നെ ആവും. വെറുതെ ചെറിയൊരു ചാറ്റമഴ തന്നെ കൊണ്ടുപോയി തന്നെ നല്ല രീതിയിൽ ചെളിയൊക്കെ ആവും. അങ്ങനെയാണ് പിന്നെ സ്ഥിരമായിട്ട് ഈ സർവീസ് സെൻറ്ററിൽ പോകാനുള്ളൊരു ബുദ്ധിമുട്ട്. കാരണം എല്ലാ പ്രാവശ്യം ഇങ്ങനെ പോകും 200 ബൈക്കിനും കാറിനായിട്ട് ഇങ്ങനെ കൊടുത്ത് കുറേ ആഴ്ചയിൽ തന്നെ കഴിയേണ്ട ഒരു അവസ്ഥയാണ്. കാരണം നമുക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റില്ല, നല്ല രീതിയിൽ ചെളിയായിരുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരെണ്ണത്തിന് മേടിച്ചത്. ഇത് ഏകദേശം ഒരു 3500 ആയിട്ടുള്ളൂ. അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണ്. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അങ്ങ് ഇതാവുമെന്നല്ല ഞാൻ പറയുന്നത്, അത്യാവശ്യം മാന്യമായ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. 3500 ബഡ്ജറ്റിൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയൊക്കെയാണ് വർക്ക് ആവുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം നമ്മൾ കറണ്ടിൽ മസ്റ്റായിട്ട് കണക്ട് ചെയ്യണം, അത് മറന്നു പോകരുത് ആരും. രണ്ടാമത് പൈപ്പിലേക്ക് ഒരു കണക്ടർ കൊടുക്കുക. ഇത് അവർ തരുന്നതാണ് കമ്പനി അതിൻ്റെ കൂടെ, പക്ഷേ നമുക്ക് ലെങ്ത് എത്താത്തതുകൊണ്ട് ഞാൻ രണ്ടാമത് കണക്ട് ചെയ്തതാണ് ഇത്. അതിനുശേഷം ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ കണക്റ്റായി, ഇനി ഒന്നും ചെയ്യണ്ട. ഇതിപ്പോൾ കണക്റ്റഡ് ആണ്. ഇത് കണക്ട് ചെയ്തതിന് ശേഷം നമ്മളിത് ഇവിടെ കണക്ട് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ അവസ്ഥ, കണ്ടില്ലേ? എത്ര ഇവിടെ മര്യാദയ്ക്ക് നമ്മൾ ഇതിനകത്തോണ്ടിട്ടാലും പൊടി എന്ന് പറഞ്ഞാൽ പൊടി, പിന്നെ ഈ കിളികൾ വന്ന് കാര്യം സാധിച്ചിട്ട്, കാരണം ഈ ഷീറ്റിൻ്റെ മേൽ വന്നിരിക്കും ഈ കുഞ്ഞു കിളികൾ ഇവിടെ ഒരുപാടുണ്ട്. ഇതാണ് നമ്മുടെ പരിസരം, അതാണ് വയലാണ്. പിന്നെ ഈ റോട്ടിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ ഈ പൊടിമണ്ണിങ്ങനെ അടിച്ച് കയറിക്കൊണ്ടേയിരിക്കും. അതാണ് ഇവിടുത്തെ മെയിനായിട്ടൊരു പ്രശ്നം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ സാധനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു 100 ml ഒരു 1 ലിറ്റർ ml ഒരു 100 ml ഇത് മിക്സ് ചെയ്യണമെന്നാണ്. 900 ml വെള്ളം, അങ്ങനെയുള്ളതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. പക്ഷേ ഇതിനകത്ത് അതൊന്നും നടക്കത്തില്ല. കാരണം ഈ കുപ്പിയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല, ഇത് വളരെ ചെറിയൊരു കുപ്പിയാണ്. എന്നാലും നമുക്ക് ഇത് എങ്ങനെയാണെന്ന് കുറച്ച് ഫില്ല് ചെയ്ത് നമുക്ക് നോക്കാം. മതിയായിരിക്കും അല്ലേ? ഈ വാട്ടർ ടാങ്കിൻ്റെ അറ്റത്തുള്ള സംഭവത്തിലേക്ക് കണക്ട് ചെയ്യുക, ഡയറക്റ്റ് ഗണ്ണിലേക്ക് സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളിതാ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ ഏകദേശം അടിച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റോളമായി. അപ്പോൾ ഇത് ഏകദേശം എത്രത്തോളം അഴുക്കിളവിയിട്ടുണ്ടെന്നൊക്കെ നമുക്ക് ഒന്ന് വെള്ളം മാത്രം അടിച്ച് നോക്കാം. ഓക്കെ, നമ്മൾ ഇതിൽ വെള്ളം അടിക്കുക അത്യാവശ്യം നല്ല രീതിയിൽ ഇത് പതയുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഞാനൊരു യൂട്യൂബിലൊരു വീഡിയോയിൽ കണ്ടതാണ്. ഒരു പുള്ളിക്കാരൻ ആദ്യം ഫോം അടിച്ചതിന് ശേഷം ഇങ്ങനെ വെള്ളം, ഞാനും നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ആദ്യം വെള്ളം അടിക്കും, പിന്നെ ഫോം അടിക്കും, പിന്നെ ഫുള്ളൊന്ന് ഇത് ചെയ്യും. അതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യും, വെള്ളം അടിക്കും. അങ്ങനെയൊക്കെ തന്നെയാണ് കഴുകിക്കൊണ്ടിരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തത്. ആദ്യം ഫോം മാത്രം അടിച്ച് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം വെള്ളം ഒന്ന് അടിച്ച്. സത്യത്തിൽ വലിയ രീതിയിൽ എന്താ പറയുക, ഒട്ടിപ്പിടിച്ചൊന്നും ഇരിക്കില്ല. നോർമലി നമ്മൾ ഇങ്ങനെ കഴുകിയാൽ പോലും അഴുക്ക് നല്ല രീതിയിൽ ഇളവുന്നതല്ല. ഇത് ഫോം അടിച്ച് വെച്ചതിന് ശേഷം ഞാൻ വെറും ഡ്രൈ ആയിട്ടുള്ളതിൽ ഒരു 5 മിനിറ്റ് ഫോം അടിച്ച് വെച്ചിരുന്നു. വെള്ളം ഒന്നും അടിക്കാതെ ഫോം നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ അടിച്ചതിന് ശേഷം നമ്മൾ വെള്ളം മാത്രം അടിച്ചപ്പോഴത്തേന് നല്ല രീതിയിൽ ഈ അഴുക്കെല്ലാം ഇളകിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും ഈ ഗ്ലാസ്സിലും ഇതിൻ്റെയൊക്കെ ആദ്യത്തെ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല വ്യത്യാസമുണ്ട്. നല്ല തിളങ്ങുന്ന കണക്കിനായി ഗ്ലാസ്സും എല്ലാം.
യെസ്. അപ്പോൾ നമ്മൾ വാട്ടർ പമ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ പ്രഷർ പമ്പ് ഇവിടെ വന്നാൽ പിന്നെ വണ്ടികളെല്ലാം ഇങ്ങനെ വരും. ഇപ്പോൾ ക്യാമറാമാൻ്റെ വണ്ടി ഇവിടെ വന്ന് ദാണ്ടെ കഴുകണമെന്ന് നിർബന്ധിച്ചെന്നെ കൊണ്ട് കഴിപ്പിക്കുകയാണ്. അതാണ് ഏറ്റവും കൂടുതൽ ഓടുന്ന വണ്ടി അതും ഇതുമാണ്. അപ്പോൾ അത് ഏകദേശം ഇപ്പോൾ ലാസ്റ്റായിട്ട് അതാണ് ഇപ്പോൾ കഴുകാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി ഇതൊരു വാഷ് കഴിഞ്ഞതാണ്. ഇനി ഫോമും അടിച്ചിട്ട് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ആക്കിയാലേ ഒരു സംതൃപ്തി വരുള്ളൂ മനസ്സിൽ. എവിടെയെങ്കിലുമൊക്കെ അഴുക്കിയിരിക്കുമെന്നൊരു സംശയം. ബ്ലാക്ക് വണ്ടി ആയതുകൊണ്ട് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ എത്ര കഴുകിയാലും ഇനിയിപ്പോൾ ഇത് വൈകുന്നേരം നിങ്ങളിത് വന്ന് നോക്കിയാൽ ഫുൾ അഴുക്കും പൊടിയായിരിക്കും. അതാണ് ബ്ലാക്ക് വണ്ടിയുടെ പ്രത്യേകത. നമ്മൾ ഈ വണ്ടി ഇപ്പോൾ ടെസ്റ്റ് ആവാറായി. ഏകദേശം നമ്മളിതിൻ്റെ കളർ മാറ്റിയിട്ട് ഈ ഒരു കളർ ആക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് മനസ്സിൽ. പിന്നെ വേറെയും കുറേ 2-3 കളർ ഷോർട്ട് ലിസ്റ്റിലുണ്ട്. ഈ ഒരു സ്ലേറ്റ് ഗ്രേ ഇതാക്കണമെന്നും ആഗ്രഹമുണ്ട്. നമ്മൾ ഏകദേശം ഒരു നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതൊരു കളർ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. വണ്ടിക്ക് ചേരുന്നത് എത്തിയോസിന് ചേരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഒരു വാഷും ഇത് ഒന്ന് സ്ക്രബ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ, പമ്പിൻ്റെ കൂടെ കിട്ടിയതാണ് ഈ ഒരു ക്ലോത്ത്. ഇത് അത്യാവശ്യം നല്ലതാണ്. നമ്മൾ കയ്യിലിട്ടതാണ് ഇങ്ങനെ സിമ്പിളായിട്ട് കൈ ഊരി പോകുന്ന പ്രശ്നം വേണ്ട. ഇടയ്ക്കൊന്ന് ജസ്റ്റ് നനച്ചു കൊടുത്താൽ മതി. നല്ല രീതിയിൽ അഴുക്കെല്ലാം ഇളവും. കണ്ടല്ലേ, നല്ല സിമ്പിളായിട്ട് കഴുകാൻ പറ്റും. ഏകദേശം നമ്മൾ ഇതിൻ്റെ ഒരു പവർ എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. നമ്മളിപ്പോൾ വണ്ടിയുടെ ഏകദേശം വാഷൊക്കെ കഴിഞ്ഞ് ഇതിപ്പോൾ കുറച്ചും കൂടെയൊക്കെ ഉള്ളൂ. നമ്മുടെ മൈക്കിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ, ഇത്രയും മോട്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പ്രഷർ പമ്പ് യൂസ് ചെയ്യുകയാണെങ്കിലും എൻ്റെ ശബ്ദം അത്യാവശ്യം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. കാരണം നമ്മൾ ഈ ഒരു മൈക്കിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടിട്ടുണ്ട്, ഹോളി ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ. അപ്പം ഇത് കാണുന്ന ബ്ലോഗേഴ്സ് ആരെങ്കിലും ഉണ്ട് ഈ മൈക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ നോക്കാവുന്നതാണ്. നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. കണ്ടോ, നമ്മൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഇതിവിടെ വൃത്തിയാക്കാതെ ഇട്ടേക്കുന്നത് ചിന്തിക്കേണ്ട. ഇവിടെ ഭയങ്കര കാറ്റടിയാണ്, നമ്മൾ ഭയങ്കര ശല്യമാണ് ഇവിടെ ഈ കരിയിലയുടെ പ്രശ്നം. അപ്പം ഭയങ്കരമായിട്ട് ഇവിടെ കരിയില കയറും. നമ്മൾ എന്ത് ചെയ്താലും ഒരു കാര്യമില്ല. ഇത് എല്ലാം ഒരു സൈഡിൽ നമുക്ക് നിമിഷം നേരം കൊണ്ട് ഒതുക്കി. പവർ എന്ന് പറഞ്ഞാൽ നല്ല പവറാണ്. കണ്ടില്ലേ, നല്ല രീതിയിലുള്ള പായൽ, നല്ല കട്ടി പായലാണ്. അത് നിങ്ങൾ കാണുന്ന നല്ല കട്ടിയുണ്ട്. കണ്ടോ, കണ്ടോ, നിമിഷ നേരം കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നതെല്ലാം നമുക്ക് ഒരറ്റത്തോട്ടാക്കി. ഇത് കരിയില വൃത്തിയാക്കാനുള്ള സാധനമല്ല കേട്ടോ, നിങ്ങളുടെ പവറിന് കാണിച്ചു തന്നെയാണ് ഇതിൻ്റെ. അപ്പം നമ്മൾ ഈ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ്, ഈ നമ്മുടെ ഫോം വാഷിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ബയോയിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കയറി വാങ്ങിക്കുക. അതിൻ്റെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളുമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും വരാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ ബൈ.